ഞാനിപ്പോൾ ഇന്ന് വയനാട്ടിലെ വേറൊരു റിസോർട്ടിൽ വന്നേക്കുവാണ്. ഈ ഒരു IT ജോബിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം എന്തോ ഒരു ടെൻഷൻ ഉണ്ടാവുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന കുറേ റിസോർട്ടുകളുണ്ട് വയനാട്ടിൽ. ഇപ്പം ബിസി ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാടിൻ്റെ സൗണ്ടും വണ്ടികളുടെ സൗണ്ടൊന്നും ഇല്ലാതെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് റിസോർട്ടുകളുണ്ട്. അതിൽ ഒരു അടിപൊളി റിസോർട്ടിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ കുറുവേൻ്റെ അടുത്തുള്ള ക്രിസ്റ്റൽ കുറുവ എന്ന് പറഞ്ഞ റിസോർട്ട്. നമ്മൾ ബുക്ക് ചെയ്ത റൂമാണ് ഈ കാണുന്നത്. അതുണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള നല്ല ബാൽക്കണിയൊക്കെ ഉള്ള ഒരു അടിപൊളി റൂം. ഇവിടെ വലിയൊരു ഹാള് പോലെയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കോഫി മേക്കറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് റൂം പോലെ അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങൾ വെക്കാൻ. പിന്നെ ഇത് ബാത്റൂം, അത്യാവശ്യം വലിയൊരു ബാത്റൂമുണ്ട്. ഇത് സീനൊക്കെ കണ്ടോന്ന് കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. വ്യൂ ഒക്കെ കണ്ടുണ്ട്. അവിടെ അത് ഇല്ല, അവിടെ ബ്ലോക്കാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ റൂം. ഇനി ഈ റൂമല്ലാണ്ട് പുറത്തെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്ന് കയറി ചെക്ക് ഇൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിലാണ്. പുറത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വെയിലൊക്കെ ഒന്ന് താന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതേപോലെയാണ് റൂമുകൾ വരുന്നത്. ഇവിടെ അടിപൊളി ഒരു സ്ഥലമൊക്കെ ഉണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല. കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളും കേട്ടോ. ഇതാണ് ഇവരുടെ റിസപ്ഷനിൽ നിന്നുള്ളൊരു വ്യൂ. നമുക്ക് വയലിൻ്റെ നടുക്ക് ഏറുമാടം പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് വയലിൽ കൃഷിയുള്ള ടൈമാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടെ. ഇപ്പോഴും നല്ല രസമാണ്. ഇത് ഇവിടെ നട്ടേക്കുന്നില്ല, ഇത് ഒരു തട്ടായിട്ടാണ് വെച്ചേക്കുന്നത്. അത് തന്നെ അടിപൊളിയാണ്. ഇവിടെ ഒരു ബാലിയിലൊക്കെ പോയ ആ ഒരു ഫീൽ കിട്ടും. ഫുള്ള് പച്ചപ്പ് വന്നാൽ. റൂമെത്തി. അപ്പം ഇതാണ് റൂമിലോട്ട് കയറുകയാണ്. ബാൽക്കണി വ്യൂ. ഇന്ന് ഇതിൽ ചാടി നീന്താൻ പഠിക്കാനുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ വണ്ടിയിൽ കുറുവ ദ്വീപിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കുറുവ ദ്വീപ് ഇതുണ്ടെങ്കിൽ വഴിയൊക്കെ നോക്ക്. നമ്മൾ നേരത്തെ വണ്ടിയിലല്ലേ വന്നേ. ഇതിപ്പം നമ്മളിങ്ങനെ പാലത്തിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പാലത്തിൽ കൂടെ നടന്ന് നമ്മൾ താഴെ എത്തി. നേരെ നമ്മുടെ ഹോട്ടലല്ലോ ഇതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലടാ, ഇത് റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലാണ്, ഇതിൻ്റെ അടിയിലാണ് റെസ്റ്റോറൻറ്റ്. നടന്ന് പോകാനൊക്കെ ഈസി ആട്ടോ. അങ്ങനെ വലിയ കയറ്റമൊന്നും കയറി പോകണ്ട. അതിലങ്ങനെ കയറി നേരെ നമുക്ക് സ്കൈ വാക്കിൽ കൂടെ പോവാം. ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ. പിന്നെ ഇവിടെ ഗെയിമിംഗ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ രാത്രി പിന്നെ വരുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ വേറെ ടൈപ്പ് റൂമുകളാണ്. ഇതിനകത്ത് ജാക്വസി ഉണ്ട്, പ്രൈവറ്റ് പൂൾ വില്ല ഉണ്ട്. ഇത് ഈ റിസോർട്ടിൻ്റെ വയലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പാലം പോലത്തെ സംഭവമാണ്. ഇവിടെ വയലിൽ ഫുൾ കൃഷി ഉണ്ടായിരുന്ന ടൈമാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടെ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒന്നും ഇല്ലാഞ്ഞിട്ടും അടിപൊളിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടി. ശരിക്കും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു മാടമൊക്കെ ഉണ്ട് അവിടെ. മാടമൊക്കെ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ചെക്കന്മാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഈ സൈഡിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഒരു ചായക്കട പോലത്തെ സെറ്റപ്പ് ഇവർക്കുള്ള ഒരു പഴയ കുടിലൊക്കെ പോലത്തെ. രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ ഇതാണ് ഉണ്ടോ, ഫുള്ള് മഞ്ഞൊക്കെ വന്നിട്ട് അങ്ങനെ ഉണ്ട് ഇവിടെ.
നൈസ്. ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂള്. നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ. ഞാനിതിൻ്റെ അടുത്തൊരു വാച്ച് ടവറുണ്ട്, അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ എന്തൊക്കെ കാണാം, വ്യൂ എങ്ങനെയുണ്ട്, ആ സംഭവമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ രാവിലെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ കട്ട മഞ്ഞാണ് വന്നത്, മറ്റേ കുറേ ദൂരത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല മഞ്ഞ കാരണം. ഇതിന് കുറച്ച് കാലം മുമ്പൊക്കെ ആണെങ്കിൽ ക്ലൗഡ് ബെഡ് എന്ന് പറഞ്ഞ സംഭവമല്ലേ, അത് വരും. ഇവിടെ വരുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ നമ്മുടെ എന്തായിരുന്നു ക്യാമ്പ് ഫയറൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതിൽ നടക്കാനുണ്ട് കേട്ടോ കുറച്ച്. ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അത്യാവശ്യം നടക്കാനുള്ള ദൂരമുണ്ട്, കുറേ ഉണ്ട് നടക്കാൻ. ഇതെന്താ അത്, കറണ്ട് കമ്പി പോകുന്നതാണോ? ആണല്ലോ. ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിൽ കയറുന്നത്. പോയി നോക്കാം. അവിടെ തന്നെ ഉണ്ട്, കയറുന്ന സ്ഥലമെത്തി. റൂമാണോ എന്നറിയില്ല അതിൻ്റെ മുകളിലുള്ള. എന്തായാലും നമുക്ക് കയറി നോക്കാം. റൂമാവാൻ ചാൻസ് ഇല്ല. ഇതിലാണ് നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിലോട്ട് കയറുന്നത്. ഒരു നില, 2-3 നിലേൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇവിടെയാണ് ഇവരെ ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, അതിനെ അവർ നൈസായിട്ട് ഒരു വാച്ച് ടവറും കൂടെ ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്തു. അടിപൊളിയല്ലേ? ഇതുണ്ടോ, ഇതൊക്കെ ടാങ്കാ. ഓക്കെ, ഏറ്റവും മുകളിലെത്തി. ഇതാണ് വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലം. മഞ്ഞ കാരണം ഒന്നും കാണുന്നില്ല. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ, അല്ലേ ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു തോന്നുന്നല്ലോ. ബാത്ത് ടബൊക്കെ ഉള്ളൊരു റൂമായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് വാച്ച് ടവറിൻ്റെ മുകൾ ഭാഗം. ഇതാണ് ഇവിടെയുള്ള ട്രീ ഹൗസ്. ഈ ഒരെണ്ണമാണ് ഇവിടെയുള്ള. ഇത് അത്യാവശ്യം ഹൈറ്റിൽ ഉണ്ടോ, ബാത്ത് ടബൊക്കെ ഉണ്ട്. ബാത്ത് ടബൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ വന്ന് ഒരു സ്ട്രക്ചറിൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. എടുക്കണോ? കണ്ടോ, നല്ല ഹൈറ്റിൽ റൂം. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട്. അതിലാണ് നമ്മൾ കയറി വരുന്നത്. ഉണ്ടല്ലേ, കൊള്ളാം. ഓക്കെ, ഇവിടെയുള്ള റൂമെല്ലാം ഇങ്ങനെയാണ്, ഓരോരോ കോട്ടേജ് പോലെ കുറച്ച് ഡിസ്റ്റൻസിൽ ഇങ്ങനെ. ഇതൊരു പ്രൈവറ്റ് പൂൾ വില്ലയാണ് എന്നാണ് പറഞ്ഞത്. ഉണ്ട്, അവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അത്രയും ദൂരെയാണ്. നമ്മുടേത് അവിടെയാണ്. പിന്നെ അത് താഴെ കണ്ടില്ലേ, അങ്ങനെ വിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഊഞ്ഞാലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടോ, അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഏരിയ ഉണ്ട് ഇവിടെ, നടക്കാനാണേലും ഒക്കെ ഏരിയ ഉണ്ട്. ഈ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങോട്ട് കയറൽ, ഇത് കുറച്ചൊരു മലേൻ്റെ ഒരു ചെരുവിലിങ്ങനെ ആയതുകൊണ്ട് ഇതിൽ കയറി വരൽ കുറച്ച് പണിയായിരിക്കും തോന്നുന്നു. ഇതിലേക്ക് തള്ളിക്കൊണ്ട് വരേണ്ടി വരും. ഗിയറൊന്നും ഇല്ലാത്ത സൈക്കിളാണ്. ഇതുണ്ടല്ലേ, വഴികളൊക്കെ രസമുണ്ട് കേട്ടോ, ബ്യൂട്ടിഫുൾ. നമ്മളിവിടെ ഒരു അതിഭീകരമായ മലാസ്ക്യോ ലസ്ക്യോ സിംബോസിയോ എന്ന് പറഞ്ഞൊരു ഈ ഒരു പൂ കണ്ടിട്ടുണ്ടോ? എന്താ സാധനം ഇത്? ആദ്യമായിട്ട് കാണുന്നേ. നോക്ക്, നല്ല രസമുണ്ട് അതിൻ്റെ പൂ കാണാൻ. കണ്ടോ, വേറെ കളറൊക്കെ. ഈ ഒരു കളറുണ്ട്, ആ ഒരു കളറുണ്ട്. അപ്പൊ നമ്മള് ഇവിടെയുള്ള പൂളിലേക്ക് പോവാണ് ചാടാൻ വേണ്ടി. ഇതാണ്ടില്ലേ, പുതിയ നിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്, കളർഫുൾ നിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്.
അവരെന്നെ നീന്തൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോഴത്തേക്കും കോള് വന്നു. അടിപൊളി. ഇത് തണുക്കൂലേ ഗായ്സ്? കണ്ടോ, പൂളിലേക്ക് ഇറങ്ങുവാണ്. പുതിയ നിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. നീന്ത് നീന്ത്. അതില് നീന്തി, അതില് കേറിയിരിക്കും. അത് മേത്തുകൂടി ഇട്. നീന്തി അവിടെ എത്തിയിരിക്കുന്നു ഗായ്സ്. നീന്തി അവിടെ എത്തിയിരിക്കുന്നു ഗായ്സ്. അത്രേ ഉള്ളൂ ഗായ്സ്. ഇതാ തവളച്ചാട്ടം കാണാം കേട്ടോ, നോക്കിക്കോ. അതാ 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 അതാ. ഈ നമ്മുടെ ക്രിസ്റ്റൽ കുറുവേൻ്റെ അടുത്ത് അവരുടെ ഒരു കാട്ടിലേക്ക് കയറുന്നൊരു സംഭവമുണ്ട്. രാവിലെയൊക്കെ ആണെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടോ, അവിടെ ഒരു മുമ്പിലൊരു ഗൈഡ് പോകുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കാട്ടിനകത്ത് കയറ്റും. ഇവിടെ ഇങ്ങനെ കാടാണ് ഈ സൈഡിൽ. അതിൻ്റെ ഉള്ളിൽ കയറി നടന്ന് ഇറങ്ങി വരാൻ പറ്റും. അത് അത്യാവശ്യം അടിപൊളി പരിപാടിയാണ്. പക്ഷേ രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം കുറച്ച് പേരെയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ നമ്മൾ വന്നിട്ടുണ്ട്. അധികമൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പം ഈ ഒരു സംഭവം പോകാൻ എന്തായാലും നോക്കണം. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ. ഇതുണ്ടോ, ഇതിനകത്ത് ഫുള്ള് ഇല്ലികളാണ്. ഇല്ലി മൊത്തം ഇല്ലിക്കാടാണ്. ആനയൊക്കെ വരുന്ന സ്ഥലമാണ്, എലിഫൻറ്റ്. സോ ഇവിടെ ട്രെഞ്ച് പോലെ കുഴിച്ചിട്ടുണ്ട് എലിഫൻറ്റ് കയറാണ്ടിരിക്കാൻ. ഇത്രയും വലിയ കുഴി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആന വന്നിട്ട് കയറൂല. അതിനാണ് ഇങ്ങനെ ആക്കി വെക്കുന്നത്, ആന കയറാണ്ടിരിക്കാൻ. ഇതൊക്കെ ആന വന്ന് ഇങ്ങനെ കുഴിച്ചിട്ടൊക്കെ കയറി പോകും കേട്ടോ. പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആന കയറൂല എന്നാണ്. പിന്നെ ഇവിടെ കരണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ, ആന വരാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനത്തെ സാധനമുണ്ട് ഇവിടെ. ഫുള്ള് കണ്ടില്ലേ, മൊത്തം ഇല്ലിക്കാടാണ്, ഇല്ലി. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഈ സൂര്യൻ്റെ ആ ഒരു റേയും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രസമുണ്ടാവും. മോർണിംഗ് വാക്കാണ് ഇവിടെ അടിപൊളി. ഉച്ചക്കൊന്നും വന്നിട്ട് കണ്ടില്ലേ, അലമ്പാണ്. രാവിലെ വന്നാൽ സെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ കുറുവേന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പോവുകയാണ്.